വരലക്ഷ്മിയുമായി പ്രണയം, അനീഷയുമായി വിവാഹ നിശ്ചയം, ധൻസികയുമായി വിവാഹം. തന്റെ പിറന്നാൾ ദിനമാണ് നടൻ വിശാൽ വിവാഹത്തിനായി തെരഞ്ഞെടുത്തത്. 15 വർഷം നീണ്ട സൗഹൃദത്തിനൊടുവിലാണ് തമിഴ് താരങ്ങളായ ധനുഷും സായി ധൻസികയും വിവാഹത്തിലാവുന്നത്. അങ്ങനെ അവസാനം എന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയാണ് ധൻസിക എന്നാണ് വിശാൽ കുറിച്ചത്. 47-ാം വയസ്സിൽ പ്രണയം സാഫല്യമായതിന്റെ ആഹ്ലാദത്തിലാണ് വിശാൽ. ധൻസിക നായികയായി എത്തുന്ന യോഗിഡ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടയിലാണ് വിശാൽ വിവാഹകാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ധൻസികയെ വീട്ടമ്മയെന്നോ സോൾമേറ്റെന്നോ അടുത്ത സുഹൃത്തെന്നോ എന്റെ പാതിയെന്നോ വിളിക്കണമെന്നറിയില്ല. ഈ ചിരിച്ച മുഖത്തോടെ ജീവിതകാലം മുഴുവൻ അവൾക്കൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം. അവളുടെ ചിരി അത്ര മനോഹരമാണ്. വിശാലിന്റെ വാക്കുകൾ. 35-കാരിയായ ധൻസിക 2006-ൽ റിലീസ് ചെയ്ത മാനത്തോട് മഴക്കാലം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തി. കബാലി, പേരാൺമൈ, പരദേശി എന്നീ തമിഴ് ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ദുൽഖർ സൽമാൻ നായകനായ ആന്തോളജി ചിത്രം സോളോയിൽ ഒരു നായികയായി മലയാള സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചു. എന്നാൽ വിശാലിന്റെ കൂടി അഭിനയിച്ചിട്ടില്ല. താരസംഘടനയായ നടികർ സംഘത്തിന്റെ സ്വന്തമായി ഒരു ഓഫീസ് ലഭിച്ച ശേഷമേ താൻ വിവാഹം കഴിക്കുന്ന വിശാൽ മുമ്പ് പറഞ്ഞിരുന്നു. ആഗസ്റ്റ് 15-ന് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ വിശാൽ പോരാടുകയാണെന്ന് ധൻസിക. നടികർ സംഘം ജനറൽ സെക്രട്ടറിയാണ് വിശാൽ. ആഗസ്റ്റ് 29-നാണ് വിവാഹം. നടി വരലക്ഷ്മി ശരത്കുമാറുമായി വർഷങ്ങൾ നീണ്ട പ്രണയത്തിലായിരുന്നു വിശാൽ. ഇരുവരും ഗോസിപ്പ് കോളത്തിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ആ പ്രണയം വിവാഹത്തിലെത്തിയില്ല. 2019-ൽ തെലുങ്ക് നടി അനീഷ അല്ലു റെഡ്ഡിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും ആ ബന്ധവും വിവാഹത്തിലെത്തിയില്ല.